ഇന്നാണെങ്കിൽ കൂരാപ്പായപ്പോൾ ഒരാൾ ചോദിച്ചു ചക്ക വേണോ ഇല്ലയോ എന്ന്. ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ച ഒരു സ്നേഹത്തോട് ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി പിന്നെ എടുത്തിട്ട് വന്നു. അപ്പോൾ മമ്മി പറഞ്ഞു നമുക്കത് വറക്കാമെന്ന്. മമ്മി ഇങ്ങനെ അരിഞ്ഞു തന്നു, ഞാനിത് വറുത്തു എടുത്തു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ പണികളൊക്കെ തീർത്തു. ഈ വർഷം ഇവിടെ വന്നിട്ട് ചക്ക വറുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ മഴയൊക്കെ പെയ്തുകൊണ്ടേ ചക്കയാണെങ്കിൽ ചുങ്ങിപ്പോകുന്നു. പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇന്നലെ ആണെങ്കിൽ കുറച്ച് മാങ്ങ അരിഞ്ഞു വെച്ചായിരുന്നു. അത് കടുമാങ്ങ ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് കടുമാങ്ങ ഇട്ട് വെച്ചു. കടുമാങ്ങ ഇടുന്നതിൻ്റെ ഒരു ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വറുത്ത ചക്കയുടെ അറ്റവും മൂടിയൊക്കെ മമ്മി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവിക്കാം, പിന്നെ കടുമാങ്ങ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് മീനൊന്നും കാര്യമായിട്ടില്ല, അതുകൊണ്ട്. അപ്പോൾ കടുമാങ്ങ അച്ചാർ റെഡിയാക്കി. അപ്പോൾ തന്നെ ഇതാ മമ്മിയൊക്കെ അറ്റവും മൂലയൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ച്. ഇനി ഇതിൻ്റെ അരപ്പ് ഞങ്ങൾ റെഡിയാക്കുന്നത് തേങ്ങ, ജീരകം, പിന്നെ കാന്താരി, പിന്നെ വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ വെന്ത ചക്കയിലേക്ക് ഇത് ചേർത്തിട്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ചിട്ട് ഈ അരപ്പൊന്ന് ആവി കയറ്റിയിട്ട് ഇതാ ഇതുപോലെ കുഴച്ചെടുക്കാം. പിന്നെ ലാസ്റ്റ് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചക്ക വേവിച്ചത് റെഡി. നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു. ഞങ്ങളിവിടെ വന്നതിൽ കഴിച്ചതിൽ ഏറ്റവും നല്ല ചക്കയായിരുന്നു. മമ്മിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള ചക്കയാണെങ്കിൽ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതുപോലൊന്ന് ആവി കയറ്റുവേ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിനെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എപ്പോഴാണോ നമുക്ക് ചക്ക വേവിക്കേണ്ടത് ആ സമയത്ത് അരപ്പിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചക്ക വറുത്തത് നന്നായിട്ട് തണുത്തപ്പോഴത്തേന് ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും അടച്ചു വെച്ചു. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ ഞങ്ങളുടെ അത്താഴം എന്ന് പറയുന്നത് ചക്ക വേവിച്ചതും കടുമാങ്ങ അച്ചാറുമായിരുന്നു. പിന്നെ ഒരല്പം മീൻചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂട്ടിയാണ് ഇന്ന് ഞങ്ങൾ വൈകിട്ടത്തെ അത്താഴം കഴിച്ചത്. ഈ ചക്കക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ മിക്ക വീടുകളിലും ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും കഴിക്കുന്നുണ്ടാവുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.